ചിരിച്ചുകൊണ്ട് ജോലി ചേരുന്നവർ ഇനിയില്ല. പൂരാഹ്ലാദത്തിൽ നിറഞ്ഞു നിന്ന തൃശൂരിനെ തീരാ ദുഃഖത്തിൽ ആഴ്ത്തിയാണ് മുണ്ടത്തിക്കോട് ദുരന്തമുണ്ടായത്. തൊഴിലാളികൾ കളിച്ചും ചിരിച്ചും പാട്ടുപാടിയും വെടിമരുന്ന് നിർമ്മാണത്തിൽ ഏർപ്പെട്ടതിന്റെ ദുരന്തത്തിന് മുമ്പുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പൂരത്തോടനുബന്ധിച്ചുണ്ടാകുന്ന 4ാമത്തെ വെടിക്കെട്ടപകടമാണ് ഇന്നലെ മുണ്ടത്തിക്കോട് കുട്ടംകുളം പാടശേഖരത്തിൽ ഉണ്ടായത്. തൃശൂർ പൂരം അപകടങ്ങളിലെ ഏറ്റവും ഉയർന്ന മരണസംഖ്യയും ഈ അപകടത്തിലാണ്. 1978 അപകടമാണ് ആദ്യത്തേത്. പൂരം പ്രധാന വെടിക്കെട്ടിനിടെ കുഴിയംവിട്ട് ലക്ഷ്യം തെറ്റി കാഴ്ചക്കാർക്കിടയിലേക്ക് തെറിച്ചുണ്ടായ അപകടത്തിൽ 8 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. 2004 തിരുവമ്പാടി വിഭാഗത്തിന്റെ ലൈസൻസി കുണ്ടന്നൂർ സുന്ദരൻ വെടിക്കെട്ട് അപകടത്തിൽ മരണമടഞ്ഞു. സാമ്പിൾ വെടിക്കെട്ടിനിടെ കുഴിമിന്നി കെട്ടപ്പോൾ വീണ്ടും കത്തിക്കാൻ എത്തിയപ്പോഴാണ് വെടിക്കോ പൊട്ടിത്തെറിച്ച് മരിച്ചത്. 2006 മെയ് 4 പാറയമക്കാവ് വിഭാഗത്തിന്റെ വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന പാടൂക്കാട് ആനപ്പറമ്പിലുണ്ടായ സ്ഫോടനത്തിൽ 7 പേർ മരിച്ചു. തൃശൂർ നഗരത്തിൽ നിന്ന് 18 കിലോമീറ്റർ അകലെ മുണ്ടത്തിക്കോട് പാതിരിക്കോട് ക്ഷേത്രത്തിന് സമീപം കുട്ടംകുളം പാടശേഖരത്തിന് നടുവിലുള്ള 5 ഏക്കർ ഒഴിഞ്ഞ പറമ്പിലാണ് വെടിക്കെട്ട് ശാലയിലാണ് ഇന്നലെ സ്ഫോടനം ഉണ്ടായത്. ആദ്യം തുടർച്ചയായ 2 വൻ സ്ഫോടനമാണ് ഉണ്ടായത്. കിലോമീറ്ററുകളോളം അകലേക്ക് ശബ്ദം കേട്ടു. ഭൂകമ്പമാണെന്ന് കരുതിയ നാട്ടുകാർ പരിഭ്രാന്തരായി. പിന്നീട് പൊട്ടിത്തെറികൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന 12 ഷെഡുകളും അതിലുണ്ടായിരുന്ന വെടിക്കോപ്പുകളും പൂർണ്ണമായും കത്തിയമർന്നു. അഗ്നിരക്ഷാ സേന അടക്കമുള്ള രക്ഷാപ്രവർത്തകർക്ക് പ്രദേശത്തേക്ക് ഏറെ നേരം എടുക്കാനായില്ല. വെടിക്കെട്ടുശാല പ്രവർത്തിച്ച സമീപത്തെ പാടശേഖരത്തിൽ ശരീരഭാഗങ്ങൾ ചിതറിച്ച നിലയിലായിരുന്നു. 500 മീറ്റർ അകലെ വരെ ശരീരഭാഗങ്ങൾ തെറിച്ചു വീണു. ദുരന്തത്തിൽ ഇതുവരെ പൊലിഞ്ഞത് 14 ജീവനുകളാണ്. നിരവധി പേർ ഗുരുതാവസ്ഥയിൽ തുടരുന്നതിനാൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം. സ്ഫോടനത്തിന് യഥാർത്ഥ കാരണം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. കടുത്ത ചൂടാകാൻ കാരണമെന്ന് കരുതുന്നു. വെടിക്കെട്ട് അപകടത്തിൽ മജിസ്ട്രേറ്റ് തലത്തിൽ വിശദമായ അന്വേഷണം നടക്കും. ജില്ലാ കളക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്.